കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടമണിയിച്ച ആ ഒരു ക്യാപ്റ്റൻ പഞ്ചാബ് കിങ്സിന് വേണ്ടി ഇപ്പോൾ ടീമിനെ പ്ലേ ഓഫിന്റെ ക്വാളിഫയർ 1 തന്നെയാണ് നയിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ടീമുകൾക്കെതിരെ മികച്ച പ്രകടനങ്ങളുമായി കളം നിറഞ്ഞ മുംബൈ ഇന്ത്യൻസിനെ വീഴ്ത്തിക്കൊണ്ട് ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ് ഇപ്പോൾ IPLന്റെ ക്വാളിഫയർ 1 എത്തിയിരിക്കുന്നത്. 11 വർഷങ്ങൾക്കിപ്പുറമാണ് പഞ്ചാബ് കിങ്സ് ഒരു IPLന്റെ പ്ലേ ഓഫ് ക്വാളിഫയറിലേക്ക് എത്തുന്നത്. നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിനെയും സമാന സാഹചര്യത്തിൽ ക്വാളിഫയറിലേക്ക് എത്തിച്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെയായിരുന്നു. നയിച്ച എല്ലാ ടീമുകൾക്കും അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫ് ക്വാളിഫയർ ഉറപ്പാക്കിയ ശേഷമാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മടങ്ങുന്നത്. ഇവിടെ മറ്റൊരു കിരീട നേട്ടം ക്യാപ്റ്റൻ എന്ന നിലയിൽ മുന്നിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും IPL കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ക്യാപ്റ്റനായി ഇപ്പോൾ ശ്രേയസ് അയ്യർ മാറുകയാണ്. മുംബൈക്കെതിരെ 7 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ന് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയത്. ജയത്തോടുകൂടി 14 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ പഞ്ചാബ് ഉള്ളത്. ഇനി അവശേഷിക്കുന്ന RCB ലക്നൗ മത്സരത്തിൽ വലിയ മാർജിനിൽ RCB വിജയം നേടിയെങ്കിൽ പോലും ആദ്യ 2 സ്ഥാനത്തിൽ ക്വാളിഫയർ 1 പഞ്ചാബ് ഇതിനോടകം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും മുംബൈയെ പോലെ മികച്ച ഒരു ടീമിനെതിരെ ഉജ്ജ്വല വിജയം തന്നെയാണ് ഇപ്പോൾ പഞ്ചാബ് സ്വന്തമാക്കിയിരിക്കുന്നത്. മത്സരശേഷം വിജയത്തിന്റെ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സംസാരിച്ചത്. ഒരു ടീമിനെ ആദ്യ 2-ൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമേറിയ കാര്യം തന്നെയാണ്. തുടർച്ചയായ IPL സീസണുകളിൽ മറ്റൊരു ടീമിനെയും ഇപ്പോൾ ക്വാളിഫയറിൽ എത്തിക്കാനായി സാധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ട്. വിജയത്തിന്റെ ക്രെഡിറ്റ് ഒരാൾക്ക് മാത്രമുള്ളതല്ല. ടീമിലെ എല്ലാ താരങ്ങളും ഒരുപോലെ പരിശ്രമിച്ചതുകൊണ്ടാണ് തങ്ങൾക്ക് ഇവിടെ വരെ എത്താനായി സാധിച്ചത്. തീർച്ചയായിട്ടും ടീമിന്റെ എഫേർട്ട് പ്ലേ ഓഫിലും തുടരുമെന്നും കിരീട നേട്ടത്തിൽ കുറഞ്ഞ ഒന്നും തങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല എന്നുമാണ് ശ്രേയസ് അയ്യർ മത്സരശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സംസാരിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.